അതായത് ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു ഭർത്താവിനെ കയ്യാമം വെച്ചുകൊണ്ട് പോലീസ് അകമ്പടിയോടുകൂടെ തെളിവെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. അപ്പൊ മാധ്യമപ്രവർത്തകർ നല്ല ഒരു ചാകര കിട്ടിയ സന്തോഷത്തിൽ ക്യാമറ കണ്ണുകൾ ആ പ്രതിയുടെ നേരെ തിരിച്ചുകൊണ്ട് ആവേശത്തോടുകൂടെ അവിടെ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ പ്രദേശത്തെയും അയൽ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കായ ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പ്രതിയെ ഇങ്ങനെ കയ്യാമം വെച്ചുകൊണ്ട് പോലീസ് അകമ്പടിയോടെ കൊണ്ടുവരുമ്പോ ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് 2-3 പെൺകുട്ടികൾ എന്തോ പറഞ്ഞ് ആക്രോശിക്കുകയാണ്. 8 വയസ്സുള്ള, 10 വയസ്സുള്ള, 12 വയസ്സുള്ള ചെറിയ പ്രായത്തിലുള്ള പിഞ്ചോമന മക്കൾ, പെൺകുട്ടികൾ ആക്രോശിക്കുകയാണ്. പോലീസുകാരോടാണ് പറയുന്നത്, വിട്ടുതരൂ ആ ദുഷ്ടനായ മനുഷ്യനെ. നിങ്ങളിങ്ങനെ കയ്യാമം വെച്ച് വലിയ വലിയ ആളുകളെ, VIP-കളെ ആനയിച്ച് നടക്കുന്നത് പോലെ കൊണ്ടുപോകേണ്ട ആളല്ല. ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾക്കറിയാം ആ ദുഷ്ടനെ എന്ത് ചെയ്യണമെന്ന്. ആരായി പറയുന്നത്? നാട്ടുകാരായ മക്കളല്ല, ഈ കൊണ്ടുവരുന്ന പ്രതിയുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളാണ്. വാപ്പാനെ കുറിച്ചാണ് ഈ മക്കൾ പറയുന്നത് പോലീസുകാരോട്. ആ ദുഷ്ടനെ ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ കൈകാര്യം ചെയ്യാം. ദുനിയാവിൽ എവിടെ പോയി നോക്കിയാലും നമ്മുടെയൊക്കെ അനുഭവമാണ്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാവിനോട് പ്രത്യേകമായ ഒരു അറ്റാച്ച്മെന്റ് ആണ്, അല്ലെ? വാപ്പ മരിച്ചു പോകുന്നത് വരെ പെൺകുട്ടികൾ രാജകുമാരിമാരാണ് എന്നാണ് പറയുക. അത്രയും നല്ല ട്രീറ്റ്മെന്റ് ആണ് ലോകത്തെ ഓരോ പിതാവും അവരുടെ പെൺമക്കൾക്ക് നൽകുന്നത്. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടികൾ പറയുകയാണ്, ആ ദുഷ്ടനെ ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ കൈകാര്യം ചെയ്യാം. എന്താ പറയാൻ കാരണം? ഇത് സാധാരണ ഒരു പിതാവല്ല, സ്വന്തം ഞങ്ങളുടെ മാതാവിനെ കൊലപ്പെടുത്തിയ ഏറ്റവും വലിയ തെമ്മാടിയാണ്. അതുകൊണ്ടാണ് സ്വന്തം മക്കൾ പോലും ആ പിതാവിനെ തള്ളിപ്പറയുന്നത്, ആ പിതാവിനെതിരെ ശബ്ദിക്കുന്നത്.